അമ്മേ, ദേ മുത്തശ്ശി വന്നു. മീരെ, മുത്തശ്ശി. മുത്തശ്ശി. അല്ല, എത്ര ദിവസമായി മക്കളെ നിങ്ങളെ കണ്ടിട്ട്? ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരാൻ അച്ഛനോട് എപ്പോഴും പറയാറുള്ളതാ മുത്തശ്ശി. അച്ഛൻ എപ്പോഴും തിരക്കാണെന്ന് അമ്മ പറയുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങളെ കാണാൻ വേണ്ടി മുത്തശ്ശിയും കൂടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മീരെ, എന്തൊക്കെയുണ്ട് വിശേഷം? മുത്തശ്ശി ഉള്ളോണ്ട് കഥകളൊക്കെ കേട്ട് രസായി പോകുന്നു. വിദ്യക്ക് സുഖമല്ലേ? സുഖം. വിശാലേട്ടനോ? ആ, ഓക്കെയാണ്. ചേട്ടൻ എപ്പോഴും സൈക്കിളിൽ കയറി കറക്കമല്ലേ? ഇന്നലെ അത് കേടായതുകൊണ്ടാ. അല്ലെങ്കിൽ ക്ലാസ്സില്ലാത്ത ദിവസം മുഴുവൻ രാവിലെ ഇവിടെ നിന്നിറങ്ങിയ ഉച്ചയ്ക്ക് കഴിക്കാനേ വരൂ. കഴിച്ചിട്ട് പോയാ പിന്നെ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ കയറും. ആണോടാ? അങ്ങനൊന്നും ഇല്ല മുത്തശ്ശി. ആഹാ, നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നോ? അമ്മയ്ക്ക് നിങ്ങളെല്ലാരെയും കാണണം പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. മനോജിന് സമയം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് പോന്നു. സുഖല്ലേ മായേ? അതെ. വാ വാ വാ, എല്ലാരും അകത്തേക്ക് വാ. വാ അമ്മേ. മുത്തശ്ശി വാ. നിനക്ക് ഒരു ദിവസം പോലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലടാ. ഞാൻ മാത്രം വന്നാ മതിയോ അമ്മേ? ഇവരെ കൂടെ കൊണ്ടുവരാൻ പറ്റണ്ടേ? ഇവർക്ക് സ്കൂളില്ലാത്ത സമയം നോക്കി കൃത്യമായിട്ട് എനിക്ക് മീറ്റിംഗ് വെക്കും. ഒരു 100 സ്ഥലത്ത് നിന്ന് കാശ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ളതുകൊണ്ട് അവര് പറയുന്ന സമയത്ത് ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി. ആ, അത് ശരിയാ. ആ അമ്മേ, ഇനി കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. പിള്ളേരെയൊക്കെ കണ്ട് കൊതി തീർന്നതിന് ശേഷം ഇനി മീരെ കാണാൻ കൊതി തോന്നുമ്പോ പൊക്കോ. അതെങ്ങനെയാ മനോജേട്ടാ? അമ്മ അവിടെ ഇല്ലെങ്കിൽ മായക്ക് ആരാ കൂട്ട്? ഹരിക്കെപ്പോഴും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവേണ്ടതല്ലേ? അവിടെയാണെങ്കിൽ നല്ല അയൽക്കാർ പോലും ഇല്ല. ധന്യേ, ബീന വന്നെന്ന് തോന്നുന്നു. ആ ബീനെ, ആരോ വിരുന്നുകാരി വന്നിട്ടുണ്ടെന്ന് തോന്നല്ലോ. വിരുന്നുകാരൊന്നുമല്ല, വീട്ടുകാർ തന്നെയാ. മനോജേട്ടന്റെ അമ്മയും മായയും ഫാമിലിയും വന്നിട്ടുണ്ട്. ഞാനെന്നാ പിന്നെ വരാം. എന്തിന്? നീ കയറുവാ. ഏയ് ഇല്ല, കുഴപ്പമില്ല. ഞാൻ വെറുതെ ഇറങ്ങിയെന്നേ ഉള്ളൂ. സൂരജ് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയി. എന്നാ പിന്നെ ധന്യയോട് സംസാരിച്ചിരിക്കാലോ എന്ന് കരുതി ഇറങ്ങിയതാ. നീ കേറി വാ. വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ. നീ മായൊന്നും കണ്ടിട്ടില്ലല്ലോ. വന്നേ വാ. നമുക്കെന്നാ കളിക്കാൻ പോയാലോ? ആ ഡാഡാ, കളിക്കുന്നേ കൊള്ളു, ഒന്നും തട്ടി പൊട്ടിക്കരുത്. ഇല്ല, ചെല് ചെല്. ഡേ സൂക്ഷിച്ചു പൊക്കോ മോളെ. ആ ബീന. ഇത് ബീന, എന്റെ കൂട്ടുകാരിയാ. കുറച്ച് അപ്പുറത്താ താമസിക്കുന്നേ. ഒരു മോനുണ്ട്, സൂരജ്. ഇവിടത്തെ പിള്ളേരെ പോലെ തന്നെയാ, എപ്പോഴും ഓട്ടവും കുസൃതിയൊക്കെയാ. ബീന ഇടയ്ക്കിങ്ങനെ വരും എന്നോട് സംസാരിച്ചിരിക്കാൻ. ബീനെ, ഇതാ മായ, മനോജേട്ടന്റെ പെങ്ങളാ. ഹലോ. ഇത് ഹരി, മെഡിക്കൽ റെപ്പാ. അമ്മയെ പിന്നെ അറിയാലോ. ആ അറിയാം. ബീനയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. 1 വർഷമായി. ഓ,